ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ്. നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചിന്തിക്കാം. പ്രാർത്ഥന എന്നാൽ എന്താണ്? പ്രാർത്ഥന എന്നാൽ അദൃശ്യനായ ദൈവവും നാമും തമ്മിലുള്ള അടുത്ത ബന്ധമാണ്. പിശാചിൻ്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ആയുധമാണ് പ്രാർത്ഥന. നാം ഫിലിപ്പിയ ലേഖനം നോക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുക അത്രയേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കും. അപ്പോൾ നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് എന്താണ് ചെയ്യേണ്ടത്? നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ നാം ഏറ്റുപറയണം. അങ്ങനെ നാം ചെയ്യുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമായ ദൈവമാണ്. അതുകൊണ്ട് തക്ക സമയത്ത് കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് ധൈര്യത്തോടു കൂടി കൃപാസനത്തോട് അടുത്തു വരുവാൻ ദൈവം നമുക്ക് കൃപ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിദ്വേഷങ്ങളുണ്ടോ, നമുക്ക് ക്ഷമിക്കാൻ കഴിയാത്ത എന്തെങ്കിലും പാപങ്ങൾ മറഞ്ഞിരിപ്പുണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായി നാം അതെല്ലാം നിരപ്പ് പ്രാപിച്ചതിന് ശേഷം നാം ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയാണെങ്കിൽ നിശ്ചയമായി അവൻ നമ്മുടെ പ്രാർത്ഥനകളെ കേട്ട് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ളത് ദൈവസന്നിധിയിൽ നമുക്ക് വളരെ പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുന്ന കാര്യം. നാം ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ അനേക പ്രാർത്ഥനാ വീരന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ഹന്നയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ ഹന്ന വളരെ ഹൃദയനുറുക്കത്തോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹന്നയുടെ ജീവചരിത്രം നാം നോക്കുകയാണെങ്കിൽ എൽക്കാനയുടെ 2 ഭാര്യമാരിൽ ഒരാളായിരുന്നു ഹന്നയും പെനീനയും. പെനീനയ്ക്ക് മക്കളുണ്ടായിരുന്നു, എന്നാൽ ഹന്നയ്ക്ക് മക്കളുണ്ടായിരുന്നില്ല. അപ്പോൾ പെനീന ഹന്നയെ നിരന്തരം വ്യസനിപ്പിക്കുമായിരുന്നു. അങ്ങനെ ഹന്ന ദേവാലയത്തിൽ ചെന്ന് വളരെ ഹൃദയനുറുക്കത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. അങ്ങനെ ഹന്ന പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ദൈവം അവൾക്കൊരു മകനെ കൊടുത്തു. ആ മകൻ്റെ പേരാണ് ശമൂവേൽ. അങ്ങനെ ശമൂവേലിനെ പിന്നീടുള്ള ജീവിതചരിത്രം നാം നോക്കുകയാണെങ്കിൽ അവൻ ദൈവസന്നിധിയിൽ വേല ചെയ്തു ഒരു പ്രവാചകനായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ് നമ്മുടെ യേശു. നാം യേശുവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ യേശു ഈ ഭൂമിയിലായിരുന്ന സമയത്ത് പ്രാർത്ഥിച്ചിരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. യേശു ഗെത്സമന തോട്ടത്തിൽ യേശുവിനെ പിടിക്കുവാനായി വന്ന സമയത്തും യേശു വളരെ ഹൃദയനുറുക്കത്തോടുകൂടി പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല മാതൃക നമ്മുടെ യേശു തന്നെയാണ്. പിന്നെ നാം നോക്കുകയാണെങ്കിൽ നാം ഏലിയാവിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഏലിയാവ് പ്രാർത്ഥിച്ച് ദൈവം ആകാശത്തെ അടച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. നമ്മുടെ ദൃഷ്ടിയിൽ നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഒരു ആകാശം അടയ്ക്കുക എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തിയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ പിന്നീട് ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ആകാശത്തെ തുറന്നതായും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ ദാനിയേലിനെ സിംഹങ്ങളുടെ ഗുഹയിൽ ഇട്ട സമയത്ത് ദാനിയേൽ എന്നും ചെയ്തതുപോലെ 3 നേരം കിളിവാതിലുകളെ തുറന്നിട്ട് പ്രാർത്ഥിച്ചതുപോലെ ആ സിംഹങ്ങളുടെ ഗുഹയിലായിരുന്ന സമയത്തും ദാനിയേൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ പ്രാർത്ഥനാവീരനായ ദാനിയേലിനെ സിംഹങ്ങൾക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല. നാം ഏത് സാഹചര്യങ്ങളുടെ മുഖത്തായിരുന്നാലും നാം ദൈവസന്നിധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഒരു പരിഹാരമുണ്ട് എന്ന് നാം എപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം എപ്പോഴും മനസ്സിലാക്കും. നാം എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ബൈബിൾ പറയുന്നു. നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിലടച്ച് രഹസ്യത്തിലുള്ള നിൻ്റെ പിതാവിനോട് പ്രാർത്ഥിക്കാം. രഹസ്യത്തിൽ കാണുന്ന നിൻ്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും. നമ്മൾ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ആത്മീയമായി വളരാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്നും നമ്മുടെ ഭയം നീങ്ങിപ്പോകുന്നു. സമാധാനം നമ്മുടെ ജീവിതത്തിൽ വരുന്നു. ദൈവവുമായി കൂടുതൽ നമുക്ക് അടുക്കുവാൻ കഴിയുന്നു.
ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും നമ്മൾ ദൈവവുമായി കൂടുതൽ അടുക്കുമ്പോൾ. അതുകൊണ്ട് പ്രാർത്ഥനയുടെ ആഴങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ നമ്മൾ ഇറങ്ങേണ്ടത് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നാം രാത്രി കാലങ്ങളിൽ മുട്ടുമടക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം മറുപടി തരുമെന്നുള്ളത് നമുക്ക് ദൈവസന്നിധിയിൽ ഏറ്റവും പ്രാഗൽഭ്യത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതിനാൽ ഈ ദിവസങ്ങളിൽ എല്ലാവരും പ്രാർത്ഥനയിൽ അധികം ഉറ്റിരിക്കേണ്ട കാര്യം ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ്. നാം എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്? നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നാം പ്രാർത്ഥിക്കുന്ന ആ വിഷയത്തിന് മറുപടി കിട്ടിയെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് അത് ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുവാനിടയായിത്തീരും. അതിനാൽ ഈ ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥനാ വീരനും ആയി നമുക്ക് ദൈവസന്നിധിയിൽ വളരുവാൻ ദൈവം എല്ലാവർക്കും കൃപ തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ സന്ദേശം ഇവിടെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. തുടർന്ന് ഞാൻ വേറൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.